വൈശാഖ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. വിഷ്ണു ഭഗവാൻ അസുരന്മാരിൽ നിന്നും അമൃത് തിരിച്ചെടുക്കാനായിട്ടാണ് മോഹിനി അവതാരം എടുക്കുന്നത്. ആ ദിനമായതുകൊണ്ട് തന്നെ ഏകാദശിക്ക് മോഹിനി എന്ന പേരും വന്നിരിക്കുന്നു. ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന അതിപുണ്യകരമായ ദിവസമാണ് മെയ് 19 ഞായറാഴ്ച വരുന്ന ഇപ്രാവശ്യത്തെ മോഹിനി ഏകാദശി. നമ്മളെ മോഹാന്ധകാരത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തനാക്കുന്ന അതിവിശിഷ്ടമായ ഏകാദശിയാണിത്. അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതാവുകയും ജീവിതത്തിലുടനീളം സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. വൈശാഖ മാസത്തിലെ മോഹിനി വ്രതത്തേക്കാൾ മീതെ ഒരു വ്രതം ഈ ത്രൈലോകത്തിലും ഇല്ല എന്നാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുന്നതായിട്ട് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്. യജ്ഞതീർത്ഥദാനാദികൾ മോഹിനി വ്രതത്തിൻ്റെ 16 വരികയില്ല അത്രേ. കൂടാതെ ഈ കഥ മാഹാത്മ്യം, മോഹിനി ഏകാദശി മാഹാത്മ്യം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ 1000 പശുക്കളെ ദാനം ചെയ്ത ഫലവും ലഭിക്കും. ഏകാദശി വ്രതാനുഷ്ഠാനം ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങളിലായിട്ടാണ്. ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കലാണ്, ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസം. ഇതാണ് അനുഷ്ഠാന രീതി. 19 ഞായറാഴ്ചയാണ് ഏകാദശി വരുന്നത്. തലേ ദിവസം 18 ശനിയാഴ്ച ദശമിയാണ്. അന്നേ ദിവസം ഒരിക്കലാണ്. ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമായിട്ടോ ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിച്ചോ വ്രതമനുഷ്ഠിച്ച് ദ്വാദശി ദിനത്തിൽ, അതായത് 20 രാവിലെ 6:04 8:37 ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാം. അന്നേ ദിനം ഒരിക്കലോണോട് കൂടിയിട്ടാണ് 3 ദിവസത്തെ അഖണ്ഡ ഏകാദശി വ്രതം അവസാനിപ്പിക്കാൻ സാധിക്കുക. തിങ്കളാഴ്ചയും പ്രദോഷവും ഒത്തുവരുന്ന പുണ്യദിനമാണ്. ഏകാദശി ദിനത്തിൽ ധാന്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുക. പച്ചക്കറിയോ അല്ലെങ്കിൽ പഴങ്ങളോ പഴച്ചാറോ തുളസി തീർത്ഥമൊക്കെ കുടിക്കാം. അതുപോലെ പകലുറക്കം, എണ്ണ തേച്ചു കുളി ഇതൊക്കെ ഒഴിവാക്കുന്നത് ശ്രേഷ്ഠമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമാണ്. മുഴുവൻ സമയവും നാമജപം, മൗനവ്രതം ആചരിക്കുന്നത് ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും, ഭഗവാന് നെയ്ദീപം തെളിയിച്ച് വയ്ക്കുക, തുളസിമാല ചാർത്തുക, തുളസി കൊണ്ട് അർച്ചന ചെയ്യുക, വിഷ്ണു സൂക്തം, പുരുഷ സൂക്തമൊക്കെ അറിയാമെങ്കിൽ അത് ജപിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് അർച്ചന ചെയ്യാം. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ജപിക്കാം. ഇതൊക്കെ തന്നെ ആയുരാരോഗ്യ സൗഖ്യവും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു നൽകുന്നവയുമാണ്. കൂടാതെ അന്നേ ദിനം തുളസി ആരാധന വളരെ പ്രാധാന്യമുള്ളതാണ്. തുളസിക്ക് ദീപം തെളിയിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, ഇതൊക്കെ നമുക്ക് ഐശ്വര്യം നൽകുന്ന കാര്യങ്ങളാണ്. ഏകാദശി വ്രതത്തിലെ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തമായിട്ട് അറിയപ്പെടുന്നത് ഹരിവാസര സമയമാണ്. വൈശാഖ മാസമായതുകൊണ്ട് തന്നെ ഭഗവാന്റെ, ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഈ ഒരു മാസം മുഴുവൻ ഉണ്ടാവുന്ന പറയാം. പ്രത്യേകിച്ച് ഹരിവാസര സമയത്ത് ആരൊക്കെയാണോ നാമം ജപിക്കുന്നത് അവരുടെ അടുത്ത് ഭഗവാൻ ഉണ്ടാവും അത്രേ. അഖണ്ഡനാമം, ഹരിവാസര സമയത്ത് അഖണ്ഡനാമജപം നടത്തുക, അത് ഇരട്ടി ഫലം നൽകുന്നതാണ്. വൈശാഖ മാസത്തിലെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഇരട്ടി ഫലമാണ്. അതുപോലെ തന്നെയാണ് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനത്തിൽ നമ്മൾ നടത്തുന്ന ജപപൂജ ഹോമാദികൾക്കൊക്കെ ഇരട്ടി ഫലമാണ്. ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാവിലെ 7:13 മുതൽ രാത്രി 8:22 വരെയുള്ള സമയത്താണ്. നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഉപവാസമെടുത്താൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് ആയുർവേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ആയുർവേദ ശാസ്ത്രപ്രകാരം നമുക്കറിയാം 2 ചികിത്സാ രീതികളാണുള്ളത്. 1 ശോധനം, 2 ശമനം. രോഗകാരണങ്ങളായ ദോഷങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതാണ് പഞ്ചകർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ശോധന ചികിത്സ. ഔഷധങ്ങൾ കൊണ്ട് ശരീരത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നതാണ് ശമന ചികിത്സ. ഈ ശമന ചികിത്സയിൽ ഒരു മരുന്നുമില്ലാതെ നമ്മുടെ രോഗങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉപവാസം എന്ന് പറയുന്നത്. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയത്തിൽ ഒരു ശ്ലോകമുണ്ട്. ആഹാരമഗ്നി പചതി ദോഷാൻ ആഹാരവർജിതാൻ
എന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിനകത്തുള്ള ജഠരാഗ്നി ആ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. അതേസമയം നമ്മൾ ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന സമയത്തും ഈ അഗ്നി ആക്റ്റീവാണ്. പക്ഷേ അന്നേരം അത് നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെയാണ് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് ദഹന പചന പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കാനുള്ള ഒരു സമയമാണ്. അങ്ങനെയാണ് അഗ്നി അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ആഹാരശീലങ്ങൾ കൊണ്ടാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലേ. ഇനിയിപ്പോൾ ചിട്ടയായ ആഹാരം കഴിക്കുന്നവരായി കഴിഞ്ഞാലും അവർക്കും ഈ സ്രോതസ്സുകളുടെ ശുദ്ധിക്ക് ഉപവാസം അത്യാവശ്യമാണ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഒരു നല്ല തിരിയും നിറയെ എണ്ണയൊക്കെ വെച്ച് നല്ലൊരു നിലവിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാലും കാറ്റടിച്ചാലോ അല്ലെങ്കിൽ പ്രാണികൾ വീണാലോ ഒക്കെ പെട്ടെന്ന് അത് കെട്ടുപോകും. അതായത് ബാഹ്യമായ കാരണങ്ങൾ കൊണ്ടും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ അടിച്ച് വാരി മാറാലയും മാലിന്യമൊക്കെ മാറ്റി വൃത്തിയായി പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുന്നത് പോലെ, നമ്മൾ വീട് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഉപവാസം കൊണ്ട് നമ്മുടെ ശരീരമാണ് അതുപോലെ ശുദ്ധിയാക്കപ്പെടുന്നത്. ആരോഗ്യം എന്ന വാക്കിൻ്റെ പര്യായമാണ് സുഖം. ഖം എന്ന് പറഞ്ഞാൽ ശ്രോതസ് എന്നാണ് അർത്ഥം. ശ്രോതസ്സുകളുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. ആകാശത്തിൻ്റെ പര്യായമായിട്ടും ഈ വാക്ക് പറയാറുണ്ട്. അത് പഞ്ചഭൂതങ്ങളെയും ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന പ്രകൃതി ചികിത്സയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിന് ആകാശ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്രോതസ്സുകളെല്ലാം തുറന്ന് ആ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. അതുപോലെ ഉപവാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ തലച്ചോറിൽ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രോട്ടീൻ ആ സമയത്ത് വർദ്ധിക്കും. അത് അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളെ തടയും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കി പ്രമേഹം, PCOD തുടങ്ങിയ രോഗങ്ങളെ തടയും. ക്യാൻസർ കോശങ്ങളെ തടയുന്നത് വരെ ഉപവാസത്തിന് പ്രധാന പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആയുസ് നിർണ്ണയിക്കുന്നതിലും കോശത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന ജങ്ക് DNA നിലനിർത്തുന്നതിലും ഉപവാസം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്തോത്രത്തെക്കുറിച്ച് പറഞ്ഞാലോ. അതായത് ഏകാദശി ദിനത്തിൽ മാത്രമല്ല, നമുക്ക് നിത്യവും ജപിക്കാൻ സാധിക്കുന്ന ഭഗവാൻ ഏറെ ഇഷ്ടമുള്ള മുകുന്ദമാല സ്തോത്രം. ഇതിവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അഷ്ടാംഗയോഗത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി അന്തർമുഖമാക്കുന്ന പ്രത്യാഹാരവും വൈരാഗ്യവും ഉണ്ടാക്കാനായിട്ട് ഉപവാസം തുടങ്ങിയ വ്രതങ്ങളോടൊപ്പം തന്നെ മുകുന്ദമാല തുടങ്ങിയ സ്തോത്രകാവ്യങ്ങളുടെ പാരായണം ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ വളരെ വിശിഷ്ടമായ ഒരു ഭക്തി കാവ്യമാണ് മുകുന്ദമാല. ശ്രീകൃഷ്ണ ഭക്തി തുളുമ്പുന്ന കീർത്തനങ്ങളുടെ ഒരു മാലയായിട്ടാണ് ഈ കാവ്യത്തെ അറിയപ്പെടുന്നത്. കുലശേഖര ആഴ്വാറാണ് ഇത് രചിച്ചത്. ഭക്തിയെ മോക്ഷമാർഗമായി കണ്ടിരുന്ന വിഷ്ണു ഭക്തന്മാരിൽ ഒരാളാണ് 7ാമത്തെ ആഴ്വാറായ കുലശേഖരവർമ്മ ആഴ്വാർ. അതായത് ഭഗവാന്റെ തന്നെ അംശങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് ഈ ആഴ്വാർമാർ. 12 ആഴ്വാർമാരാണ് ഉണ്ടായിരുന്നത്. അവരാണ് വൈഷ്ണവ ഭക്തി ഒരുപാട് പ്രചരിപ്പിച്ചിരുന്നത്. ചേരചക്രവർത്തിയായിരുന്ന കുലശേഖരവർമ്മ എന്ന ആഴ്വാർ ഭഗവാന്റെ കൗസ്തുഭത്തിൻ്റെ അവതാരമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം രചിച്ച കാവ്യമാണ് മുകുന്ദമാല. 8ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ഈ കാവ്യം. ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്ന ആദ്യ കാവ്യവും ഇതുതന്നെയാണത്രേ. അതായത് മുകുന്ദമാല എന്ന് പറഞ്ഞാൽ മുകുന്ദൻ്റെ മാല അല്ലെങ്കിൽ മുകുന്ദന് സമർപ്പിച്ച മാല എന്നാണ് അർത്ഥം. അതായത് മുകും എന്ന് പറഞ്ഞാൽ മോക്ഷം, ദദാതി നൽകുന്നു, ഇതി മുകുന്ദഃ എന്നാണ് അതിൻ്റെ വ്യുത്പത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. മോക്ഷം നൽകുന്നവൻ എന്നാണ് ഇതിനർത്ഥം. ഈ കൃതിയിൽ നാമങ്ങളാകുന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത്. കുലശേഖര ആഴ്വാർ ഭഗവാന്റെ 10 പ്രധാന ഗുണങ്ങളാണ് ഈ മുകുന്ദമാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാന്റെ നാമങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് പോലെ യസ്യ നാമാനി ഗൗണാനി, അതായത് ഭഗവാന്റെ ഓരോ നാമങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെയാണ് പ്രകീർത്തിക്കുന്നത്. അതുപോലെ അനന്തമായ ഗുണങ്ങളുള്ള ഭഗവാന് അനന്തമായ നാമങ്ങളും ഉണ്ട്. അതിലൊന്നാണ് മുകുന്ദമാല. മുകുന്ദമാല രചിച്ച കുലശേഖര ആഴ്വാർക്ക് ശ്രീരാമ ഭഗവാനോടായിരുന്നു ഭക്തി.
അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിവസവും ശ്രീരംഗ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. വളരെ നല്ല ഭരണകർത്താവായിരുന്നു. പക്ഷേ ഈ ഭക്തി മൂലം അദ്ദേഹം രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല. പകരം എപ്പോഴും ഭഗവത് ദർശനത്തിനായിട്ട് യാത്ര പോകും. അതുകൊണ്ട് ആ യാത്ര മുടക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ ദിവസവും ഒരുപാട് ഭക്തന്മാരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതായത് ഭഗവാനെ സേവിക്കുന്നത് പോലെയാണ് തന്നെയാണല്ലോ ഭഗവാന്റെ ഭക്തരെ സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകാതെ വൈഷ്ണവ ഭക്തരെ സേവിക്കുമായിരുന്നു. ജനന മരണങ്ങളില്ലാതാക്കുന്ന, അതായത് ജനന മരണങ്ങളാകുന്ന ഈ സംസാര ചക്രത്തെ ഇല്ലാതാക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ എന്ന് പ്രചരിപ്പിക്കുമായിരുന്നു അദ്ദേഹം. ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പാടുന്നത് പോലെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുക. ഇതിങ്ങനെ ഒരു സൈക്കിളാണ്, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിനെ തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ജീവിതമാകുന്ന സമുദ്രത്തെ കടക്കാൻ നമ്മളെ സഹായിക്കണം എന്നൊരു പ്രാർത്ഥനയാണിത്. നമുക്കറിയാം, കലിയുഗത്തിൽ നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക്, ഏകാഗ്രത ഉണ്ടാവാനായിട്ടൊക്കെ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് ജപമാണ്. പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ മന്ത്രം. അതാണ് കലിയുഗ മന്ത്രമായി അറിയപ്പെടുന്നത്. ഭഗവാന്റെ നാമങ്ങൾ നമ്മളിങ്ങനെ തുടർച്ചയായി ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങൾ നമ്മളിലേക്കും വ്യാപിക്കും. പക്ഷേ ഇങ്ങനെ ജപം ഒരു തടസ്സമില്ലാതെ നടക്കണമെങ്കിൽ അതിന് നമുക്ക് ഗുരുവിൻ്റെ കൃപ ഉണ്ടാവണം. അതിന് നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടണം. അതിന് ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുക. വിഷ്ണു മോഹിനി രൂപത്തെ സ്മരിച്ചുകൊണ്ട് ത്രൈലോക്യ മോഹിനി മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എല്ലാം ലഭിക്കും എന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ വൈശാഖ പുണ്യമാസത്തിലെ സകല സൗഭാഗ്യങ്ങളുമേകുന്ന മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.